ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടം ഇന്ന് 3 മണിക്ക് നടക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് രാത്രി കൊടിയേറും. മാർച്ച് 8-ന് പള്ളിവേട്ടയും 9-ന് ആറാട്ടും നടക്കും. നാടും നഗരവും ഇനി 10 ദിവസം ഉത്സവലഹരിയിലാകും. രാജഗുരുവായൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് പ്രസിദ്ധമായ ആനയോട്ടം. 3 മണിയോടുകൂടി ആനയോട്ടം നടക്കും. തിരഞ്ഞെടുത്ത 10 ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുക. ബാലു, നാരായണൻ, രവികൃഷ്ണൻ എന്നീ 3 ആനകൾ ആനയോട്ടത്തിൽ മുൻനിരയിൽ അണിനിരക്കും. 3 ആനകളാണ് ബാലു, കൃഷ്ണനാരായണൻ, രവികൃഷ്ണൻ. ഈ ആനകളാണ് നമുക്ക് നാളെ ആനയോട്ടത്തിൽ പങ്കെടുക്കുന്ന ആനകൾ. ഗോപികൃഷ്ണനും സിദ്ധാർത്ഥനും എന്ത് ചെയ്യും, അതിന് കരുതൽ ആനകളായിട്ട് ഉണ്ടാവും. ആനയോട്ട ചടങ്ങിൽ ഇന്ദ്രസൻ, രവികൃഷ്ണൻ, ദേവദാസ്, കൃഷ്ണനാരായണൻ, ഗോപികൃഷ്ണൻ, സിദ്ധാർത്ഥൻ, വലിയ വിഷ്ണു, ബാലു, ദാമോദർദാസ്, ഗജേന്ദ്ര, അക്ഷയകൃഷ്ണൻ എന്നീ കൊമ്പന്മാർ പങ്കെടുക്കുമെന്ന്. ഗോപികൃഷ്ണൻ, സിദ്ധാർത്ഥൻ എന്നിവർ കരുതൽ ആനകളാകും. മഞ്ചുളാൽ തറയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആദ്യം ഓടിയെത്തി ക്ഷേത്രത്തിലെ കൊടിമരം തൊടുന്ന ആനയാണ് ഒന്നാമനാവുക. വേണ്ടത്ര സുരക്ഷ പാലിച്ചാണ് ആനയോട്ടം നടക്കുക. ഓടുന്ന ആനകൾക്ക് ഇരുവശവും ബാരിക്കേഡ് കെട്ടി ഭക്തരെ നിയന്ത്രിക്കും. ഇതിനായി പോലീസും സെക്യൂരിറ്റി വിഭാഗവും രംഗത്തുണ്ടാകും. 10 ദിവസം വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 6 മണിവരെ കേരളത്തിലെ തനത് കലകൾ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറും. ഉത്സവത്തോടനുബന്ധിച്ച നഗരസഭയും വിവിധ പരിപാടികളുമായി രംഗത്തുണ്ട്. നഗരസഭയുടെ പുഷ്പോത്സവം എന്ന പ്രോഗ്രാം നിശാഗന്ധി സർഗോത്സവം കൂടിയിട്ട് നടക്കുകയാണ്. 28-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് നമ്മൾ പരിപാടി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നഗരസഭയുടെ വേറൊരു പരിപാടി, കുടുംബശ്രീക്കാരുടെ ഒരു പരിപാടിയായ ഇഞ്ചിമ്പുള്ളി 3-ാം തീയതി തൊട്ടിട്ട് 9-ാം തീയതി വരെ ടൗൺ ഹാളിലും വെച്ചിട്ട് നടക്കുന്നുണ്ട്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പോത്സവവും ദിവസേന രാത്രി കലാപരിപാടികൾ ഉൾപ്പെടുത്തിയ നിശാഗന്ധി സർഗോത്സവവും ഉണ്ടാകും. ക്ഷേത്രത്തിൽ നിന്നും നാട്ടുകാർക്ക് ദേശപകർച്ച ലഭിക്കുന്നതിനാൽ 10 ദിവസവും ഗുരുവായൂരപ്പ സന്നിധി ആയിരക്കണക്കിന് ഭക്തരാൽ നിറയും. ഇന്നു മുതൽ നാടും നഗരവും ക്ഷേത്രാങ്കണവും ഉത്സവത്തിന്റെ ഭക്തിലഹരിയിലാകും.